അപ്പം ഇന്ന് നമ്മൾ രാത്രിത്തെ പരിപാടി എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ രാത്രിക്കുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് വീട് എത്തിയിട്ടുള്ളൂ കേട്ടോ, കാരണം ഇത്ര ദിവസം വർക്കും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇന്ന് എത്തിയപ്പോൾ അമ്മയ്ക്ക് സാമ്പാർ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ദോശമാവൊക്കെ അടിച്ചു ദോശയും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മാപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ പ്രാന്തമുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒരു ഉടുപ്പ് അതിൻ്റെ മുകളിൽ പാൻറ്റ് ബനിയനൊക്കെ ഇട്ടിട്ട് ആൾക്ക് എത്ര ഡ്രസ്സ് കണ്ടാലും പ്രാന്താട്ടോ, അതൊക്കെ ഇടണം. പിന്നെ ഞാൻ പ്ലേറ്റ് മുഷിക്കണ്ടല്ലോ എന്നുള്ള എൻ്റെ ഐഡിയയിൽ ഞാൻ ഫുഡ് എടുക്കും വായിൽ വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടനാണെങ്കിൽ വായിൽ വെച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏട്ടനും കാത്തുമ്പിക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കണം. പിന്നെ അവൾക്ക് പച്ചക്കറി കണ്ടു കഴിഞ്ഞാൽ അതും ഒരു പ്രാന്താണ്. അതൊക്കെ പ്ലേറ്റിലിട്ട് കൊടുത്തു. ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുത്തു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഏട്ടൻ കാത്തുമ്മയുടെ ഫേസൊക്കെ കഴുകി കൊണ്ടുപോയി. പിന്നെ എൻ്റെ അടുത്ത പരിപാടി അടുക്കള ക്ലീൻ ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുളിക്കാൻ പോകണം. എന്താ അടുക്കളയത്തെ ഏകദേശം പണി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് അടുക്കള അടച്ചു. നേരെ മേലൊക്കെ നനച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ കാത്തുവിനെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കലാണ് എൻ്റെ അടുത്ത പരിപാടി. അപ്പോഴേക്ക് ഏട്ടനോട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുളിക്കാൻ വെച്ചാൽ ഭയങ്കര മടിയുള്ള കേസാണ്. ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് വായോ എന്ന് കണ്ട് വിട്ടയച്ചതാണ്. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. അപ്പോഴേക്ക് ഏട്ടൻ തോർത്തെടുക്കാൻ മറന്നു. അത് സ്ഥിരം പരിപാടിയാണ്. ഡ്രസ്സും കൊണ്ട് കുളിക്കാൻ പോകണ ശീലം അവന് പണ്ടേ ഇല്ല എനിക്കറിയാം. പിന്നെ കാത്തുമിക്ക ആൾക്ക് അറിയണ ഐറ്റംസൊക്കെ പറഞ്ഞുതരാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ അവൾ ബുക്കിൽ നിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഏട്ടൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. ബൈ.